പ്രിയപ്പെട്ടവരെ, എപ്പോഴും തളർച്ചയും സ്ട്രെസ്സും അനുഭവപ്പെടുന്നുണ്ടോ? മരുന്നുകളില്ലാതെ സ്പർശനത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ ഊർജ്ജനില ശരിയാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് റേക്കി. ഇന്ന് നമുക്ക് റേക്കിയെക്കുറിച്ച് ലളിതമായി മനസ്സിലാക്കാം. റേക്കി എന്നത് ഒരു ജാപ്പനീസ് ചികിത്സാരീതിയാണ്. റേ എന്നാൽ സർവ്വവ്യാപിയായ എന്നും കി എന്നാൽ ജീവൽ ഊർജം എന്നുമാണ് അർത്ഥം. നമ്മുടെ ശരീരത്തിൽ തടസ്സപ്പെട്ടു കിടക്കുന്ന ഊർജ്ജപ്രവാഹത്തെ പുനഃസ്ഥാപിക്കുകയാണ് റേക്കി ചെയ്യുന്നത്. ഇത് കേവലം ഒരു വിശ്വാസമല്ല, മറിച്ച് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ സുഖപ്പെടുത്തുന്ന പ്രപഞ്ച ഊർജ്ജത്തിന്റെ കൈമാറ്റമാണ്. റേക്കിയിൽ ഹീലർ തന്റെ കൈകൾ രോഗിയുടെ ശരീരത്തിന് മുകളിലോ അല്ലെങ്കിൽ ശരീരത്തിൽ തൊട്ടോ വെക്കുന്നു. ഈ സമയത്ത് പ്രപഞ്ചത്തിലെ പോസിറ്റീവ് എനർജി ഹീലറിലൂടെ രോഗിയുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നു. റേക്കിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ ചാനലിൽ കണ്ടതായിരിക്കുമല്ലോ. കാണാത്തവർ അത് കണ്ട ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. റേക്കി ലെവൽ 1 അറ്റ്യൂൺമെന്റ് ലഭിച്ച ഒരാൾക്ക് റേക്കി ലോകത്തേക്ക് ഔദ്യോഗികമായി പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. ഇതിനെ സാധാരണയായി ഷോഡൻ ആദ്യ പഠനം എന്ന് വിളിക്കുന്നു. ലെവൽ 1 പൂർത്തിയാക്കിയ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന പ്രധാന കാര്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. ലെവൽ 1ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സ്വയം സുഖപ്പെടുത്തുക എന്നതാണ്. സ്വന്തം ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ കണ്ണുകൾ, തല, നെഞ്ച്, വേർ തുടങ്ങിയവ കൈകൾ വെച്ച് ഊർജ്ജം നൽകാം. ദിവസവും സ്വയം റേക്കി ചെയ്യുന്നത് വഴി മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ എന്നിവ കുറയ്ക്കാൻ സാധിക്കും. സെൽഫ് ഹീലിംഗ് ചെയ്യുന്ന വിധം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ സ്പർശനത്തിലൂടെ റേക്കി നൽകാൻ നിങ്ങൾക്ക് സാധിക്കും. രോഗിയുടെ ശരീരത്തിൽ നേരിട്ട് സ്പർശിച്ചോ അല്ലെങ്കിൽ അല്പം മുകളിലായി കൈകൾ വെച്ചോ ഊർജ്ജം നൽകാം. മറ്റൊരാളുടെ ശരീരത്തിലെ ഊർജ്ജ തടസ്സങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മനുഷ്യരെ പോലെ തന്നെ ജീവനുള്ള എല്ലാറ്റിനും നിങ്ങൾക്ക് റേക്കി നൽകാം. വളർത്തുമൃഗങ്ങൾക്ക് അസുഖം വരുമ്പോഴോ അവ പേടിച്ചിരിക്കുമ്പോഴോ റേക്കി നൽകുന്നത് അവരെ വേഗത്തിൽ സുഖപ്പെടുത്താൻ സഹായിക്കും. ചെടികൾക്ക് റേക്കി നൽകുന്നത് അവയുടെ വളർച്ച വേഗത്തിലാക്കാനും കൂടുതൽ പൂക്കൾ ഉണ്ടാവാനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും കുടിക്കുന്ന വെള്ളത്തിലും പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ ലെവൽ 1 പഠിച്ചവർക്ക് സാധിക്കും. ഭക്ഷണത്തിന് മുകളിൽ കൈകൾ വെച്ച് കുറച്ചു സമയം റേക്കി നൽകുന്നതിലൂടെ അതിലെ നെഗറ്റീവ് എനർജി നീക്കം ചെയ്യാനും പോഷകഗുണം വർദ്ധിപ്പിക്കാനും കഴിയുമെന്ന് കരുതപ്പെടുന്നു. നിങ്ങൾ ഉപയോഗിക്കുന്ന ക്രിസ്റ്റലുകൾ, മരുന്നുകൾ അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങൾ എന്നിവ റേക്കി നൽകി ശുദ്ധീകരിക്കാം. മരുന്നുകൾക്ക് റേക്കി നൽകുന്നത് അവയുടെ പാർശ്വഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. നിങ്ങൾ താമസിക്കുന്ന മുറിയിലോ ജോലിസ്ഥലത്തോ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ റേക്കി ഉപയോഗിച്ച് ആ സ്ഥലത്തെ ഊർജ്ജം പോസിറ്റീവ് ആക്കി മാറ്റാൻ സാധിക്കും. ലെവൽ 1ൽ നിങ്ങൾക്ക് ദൂരെയുള്ള ഒരാൾക്ക് റേക്കി നൽകാൻ കഴിയില്ല. അതിന് ലെവൽ 2 പൂർത്തിയാക്കണം. ഇവിടെ സ്പർശനം അല്ലെങ്കിൽ സാമീപ്യം അത്യാവശ്യമാണ്. അറ്റ്യൂൺമെന്റിനു ശേഷം തുടർച്ചയായി 21 ദിവസം സ്വയം റേക്കി ചെയ്യണം. ഇത് നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജ ചാനലുകൾ കൂടുതൽ വ്യക്തമാകാൻ സഹായിക്കും. ഇത് ചെയ്യുന്നതിന് പ്രത്യേക ഭക്ഷണക്രമമോ മതപരമായ ചടങ്ങുകളോ ആവശ്യമില്ല. എന്നാൽ ലഹരിവസ്തുക്കൾ ഒഴിവാക്കുന്നത് ഊർജ്ജപ്രവാഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ലെവൽ 1 പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി പരിശീലിക്കേണ്ടത് ശരീരത്തിലെ 24 പ്രധാന ഭാഗങ്ങളിൽ കൈകൾ വെച്ച് ഹീലിംഗ് ചെയ്യുന്ന രീതിയാണ്. കണ്ണുകൾ, കവിൾ, തലയുടെ വശങ്ങൾ, പിൻഭാഗം. ഇത് മാനസിക വ്യക്തതയ്ക്കും സൈനസ് പോലുള്ള പ്രശ്നങ്ങൾക്കും നല്ലതാണ്. തൊണ്ട, നെഞ്ച്, ഹൃദയം, വേരിന്റെ മുകൾ ഭാഗം, പൊക്കിൾ ഭാഗം, അടിവേർ. വികാരങ്ങളെ നിയന്ത്രിക്കാനും
ദഹനപ്രശ്നങ്ങൾക്കും സഹായിക്കുന്നു. കഴുത്തിന്റെ പിൻഭാഗം, തോൾപ്പലകകൾ, നടു, നട്ടെല്ലിന്റെ താഴ്ഭാഗം. ലെവൽ 1 അറ്റ്യൂൺമെന്റ് ലഭിച്ച ഒരാൾക്ക് ശരീരത്തിലെ 7 പ്രധാന ചക്രങ്ങളെ ഉണർത്താൻ സാധിക്കും. ഓരോ ചക്രത്തിനു മുകളിലും 3 തൊട്ട് 5 മിനിറ്റ് കൈകൾ വെക്കുന്നതിലൂടെ ആ ചക്രവുമായി ബന്ധപ്പെട്ട അവയവങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നു. ഉദാഹരണത്തിന്, അനാഹത ചക്രത്തിൽ റെയ്ക്കി നൽകുന്നത് സ്നേഹം, കരുണ എന്നീ വികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്ന ചെറിയ അപകടങ്ങളിൽ റെയ്ക്കി ഒരു പ്രഥമ ശുശ്രൂഷയായി ഉപയോഗിക്കാം. രക്തസ്രാവം ഉള്ള ഭാഗത്തിന് അല്പം മുകളിലായി കൈകൾ വെക്കുന്നത് വേദന കുറയ്ക്കാനും രക്തം കട്ടപിടിക്കാനും സഹായിക്കും. പൊള്ളലേറ്റ ഭാഗത്ത് റെയ്ക്കി നൽകുന്നത് കുമിളകൾ വരുന്നത് തടയാനും നീറ്റൽ കുറയ്ക്കാനും സഹായിക്കും. പെട്ടെന്നുണ്ടാകുന്ന മാനസിക ആഘാതങ്ങളിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കാൻ അവരുടെ തോളിലോ തലയിലോ കൈകൾ വെച്ച് റെയ്ക്കി നൽകാം. മറ്റുള്ളവരുടെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നോ മോശം അന്തരീക്ഷത്തിൽ നിന്നോ സ്വയം സംരക്ഷിക്കാൻ ലെവൽ 1 ഹീലർക്ക് സാധിക്കും. നിങ്ങളുടെ ശരീരത്തിനു ചുറ്റും റെയ്ക്കി ഊർജ്ജം കൊണ്ട് ഒരു കവചം തീർക്കുന്നത് എങ്ങനെയെന്ന് ലെവൽ 1 പഠിക്കുന്നു. ഇത് ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും. പുകവലി, അമിതമായി മധുരം കഴിക്കുക തുടങ്ങിയ മോശം ശീലങ്ങൾ മാറ്റാൻ റെയ്ക്കി സഹായിക്കും. സ്വയം റെയ്ക്കി ചെയ്യുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന ശാന്തത ഇത്തരം ആസക്തികളെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഗർഭിണികൾക്ക് റെയ്ക്കി നൽകുന്നത് ഗർഭസ്ഥ ശിശുവിനും അമ്മയ്ക്കും ഒരുപോലെ ഗുണകരമാണ്. പ്രസവസമയത്തെ വേദന കുറയ്ക്കാനും കുഞ്ഞിന് നല്ല പോസിറ്റീവ് ഊർജ്ജം ലഭിക്കാനും ഇത് സഹായിക്കുന്നു. റെയ്ക്കി വെറുമൊരു ചികിത്സാരീതിയല്ല, അതൊരു ജീവിതരീതി കൂടിയാണ്. മിക്കാവോ ഉസുയി നൽകിയ 5 തത്വങ്ങൾ എന്നും രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്നത് ഊർജ്ജപ്രവാഹം വർദ്ധിപ്പിക്കും. ഇന്ന് മാത്രം ഞാൻ കോപിക്കില്ല. ഇന്ന് മാത്രം ഞാൻ വിഷമിക്കില്ല. ഇന്ന് മാത്രം ഞാൻ നന്ദിയുള്ളവനായിരിക്കും. ഇന്ന് മാത്രം ഞാൻ എന്റെ ജോലി സത്യസന്ധമായി ചെയ്യും. ഇന്ന് മാത്രം ഞാൻ എല്ലാ ജീവജാലങ്ങളോടും കരുണയുള്ളവനായിരിക്കും. തുടക്കത്തിൽ ഒരു ഫുൾ ബോഡി സെൽഫ് ഹീലിംഗിന് 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ എടുക്കാം. റെയ്ക്കി ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. റെയ്ക്കിയിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഊർജ്ജം പ്രവർത്തിക്കും. പക്ഷേ പോസിറ്റീവ് ആയ മനോഭാവം ഫലം വേഗത്തിലാക്കും. അറ്റ്യൂൺമെന്റിന് ശേഷം നിങ്ങളുടെ ശരീരം ഒരു വലിയ മാറ്റത്തിലൂടെ കടന്നുപോകും. ഇത് വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. ശരീരത്തിലെ ടോക്സിനുകൾ, വിഷാംശങ്ങൾ പുറത്തുപോകുന്ന ഘട്ടമാണിത്. ചിലർക്ക് ചെറിയ ജലദോഷമോ ക്ഷീണമോ തോന്നാം, അത് സ്വാഭാവികമാണ്. പഴയ കാലത്തെ ദുഃഖങ്ങളോ ദേഷ്യമോ പുറത്തുവരാം. റെയ്ക്കിയിലൂടെ ഇവയെ പുറന്തള്ളാൻ സാധിക്കും. ഈ 21 ദിവസം ഒരു ദിവസം പോലും മുടങ്ങാതെ 24 ഹാൻഡ് പൊസിഷനുകളിലും സ്വയം ഹീലിംഗ് ചെയ്യണം. ഇത് നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജ ചാനലുകൾ സ്ഥിരമായി തുറന്നിരിക്കാൻ സഹായിക്കും. റെയ്ക്കി ശീലിക്കുന്നതോടെ നിങ്ങളുടെ ഉള്ളിലെ 6ാം ഇന്ദ്രിയം ഉണരാൻ തുടങ്ങും. ഹീലിംഗ് ചെയ്യുമ്പോൾ ചില ഭാഗങ്ങളിൽ കൂടുതൽ ചൂടോ തണുപ്പോ അനുഭവപ്പെടുന്നത് തിരിച്ചറിയാൻ നിങ്ങൾക്കാവും. ആ ഭാഗത്ത് കൂടുതൽ ഊർജ്ജം ആവശ്യമുണ്ടെന്ന സൂചനയാണിത്. ഇത് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് വർദ്ധിക്കുകയും മനസ്സിന്റെ ഏകാഗ്രത കൂടുകയും ചെയ്യും. മറ്റൊരാൾക്ക് ഹീലിംഗ് നൽകുമ്പോൾ നിങ്ങളുടെ കൈപ്പത്തികളിൽ ചില അനുഭവങ്ങൾ ഉണ്ടാകും. ചൂട് ആ ഭാഗത്ത് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അമിതമായ എനർജി ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. തരിപ്പ് ആ ഭാഗത്ത് എനർജി ബ്ലോക്ക് ഉണ്ടെന്നും അത് മാറിക്കൊണ്ടിരിക്കുകയാണെന്നും സൂചിപ്പിക്കുന്നു. തണുപ്പ് ആ ഭാഗത്തെ എനർജി വളരെ കുറവാണെന്ന് മനസ്സിലാക്കാം. റെയ്ക്കി ചെയ്യുമ്പോൾ നിങ്ങൾ കേവലം ഒരു ചാനൽ മാത്രമാണ്. ഊർജ്ജം നിങ്ങളുടെ തലയിലൂടെ പ്രവേശിച്ച് കൈകളിലൂടെ പുറത്തേക്ക് വരുന്നു. ഹീലിംഗിന് ശേഷം അധികമായി വരുന്ന ഊർജ്ജം ഭൂമിയിലേക്ക് വിടണം.
ഇതിനായി നഗ്നപാതനായി മണ്ണിൽ നടക്കുകയോ കൈകൾ തണുത്ത വെള്ളത്തിൽ കഴുകുകയോ ചെയ്യാം. ഇത് നിങ്ങൾക്ക് അമിതക്ഷീണം ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും. ഇതിനെ ഗ്രൗണ്ടിംഗ് എന്ന് പറയുന്നു. ഗ്രൗണ്ടിംഗ് ചെയ്യുന്ന വിധം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് പരിശീലിക്കാവുന്നതാണ്. യാത്ര ചെയ്യുന്ന വാഹനത്തിന് റേച്ചി നൽകുന്നത് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചിലപ്പോൾ ചാർജ് കുറഞ്ഞ ബാറ്ററികൾക്കോ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കോ റേക്കി നൽകുന്നത് അവ താൽക്കാലികമായി പ്രവർത്തിക്കാൻ സഹായിക്കാറുണ്ട്. ഇത് പല ഹീലർമാരുടെയും അനുഭവമാണ്. റേക്കി തുടങ്ങുന്നതിന് മുൻപ് ചെയ്യുന്ന ഒരു ലളിതമായ ധ്യാനമാണ് ഗ്യാസോ മെഡിറ്റേഷൻ. 2 കൈകളും നെഞ്ചിനോട് ചേർത്ത് വെക്കുക, നമസ്കാരം പറയുന്നതുപോലെ. നിങ്ങളുടെ ശ്രദ്ധ നടുവിരലുകൾ ചേരുന്ന ഭാഗത്ത് കേന്ദ്രീകരിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും പ്രപഞ്ച ഊർജ്ജവുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. അറ്റ്യൂൺമെന്റിന് ശേഷം നിങ്ങളുടെ കൈകളിൽ പ്രപഞ്ച ഊർജ്ജം പ്രവർത്തിക്കുമ്പോൾ അനുഭവപ്പെടുന്ന 5 പ്രധാന മാറ്റങ്ങൾ ഇവയാണ്. 2 കൈപ്പത്തികളും അടുപ്പിക്കുമ്പോൾ അവയ്ക്കിടയിൽ ഒരു കാന്തിക ബലം അനുഭവപ്പെടാം. കൈപ്പത്തികളിൽ ചെറിയ ഒരു ഹൃദയമിടിപ്പ് പോലെ വൈബ്രേഷൻ അനുഭവപ്പെടുന്നത് ഊർജ്ജം പ്രവഹിക്കുന്നതിന്റെ സൂചനയാണ്. ഹീലിംഗ് ചെയ്യുമ്പോൾ കൈകൾക്ക് ഒരു പ്രത്യേക കനം അനുഭവപ്പെടാം. ചിലർക്ക് കൈകൾക്ക് ചുറ്റും തണുത്ത കാറ്റ് വീശുന്നതായി അനുഭവപ്പെടും. ലെവൽ 1 ഹീലർ 21 ദിവസം സ്വയം ഹീലിംഗ് ചെയ്യുമ്പോൾ ശരീരം കടന്നുപോകുന്ന ചില പ്രത്യേക ഘട്ടങ്ങൾ ഉണ്ട്. അവ ശരീരം മാലിന്യങ്ങൾ പുറന്തള്ളുന്നു. ഈ സമയത്ത് ധാരാളം വെള്ളം കുടിക്കണം. ലിൽ അടക്കിപ്പിടിച്ച സങ്കടങ്ങളോ ദേഷ്യമോ സ്വപ്നങ്ങളിലൂടെയോ കരച്ചിലിലൂടെയോ പുറത്തുപോകുന്നു. ഇത് മാനസിക ഭാരം കുറയ്ക്കും. പുതിയ ഊർജവും ഉന്മേഷവും അനുഭവപ്പെടുന്നു. മുഖത്തിന് തിളക്കം വർദ്ധിക്കുന്നു. ലെവൽ 1 തന്നെ ഒരു രോഗിയുടെ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിലെ ബ്ലോക്കുകൾ കണ്ടെത്താൻ സാധിക്കും. രോഗിയുടെ ശരീരത്തിൽ തൊടാതെ 2 തൊട്ട് 3 ഇഞ്ച് മുകളിലായി കൈകൾ സാവധാനം ചലിപ്പിക്കുക. എവിടെയാണോ കൈകൾക്ക് അമിതമായ ചൂടോ തരിപ്പോ അനുഭവപ്പെടുന്നത് അവിടെ ഊർജ്ജ തടസ്സമുണ്ടെന്ന് മനസ്സിലാക്കാം. ആ ഭാഗത്ത് കൂടുതൽ സമയം റേക്കി നൽകണം. ലെവൽ 1 കഴിഞ്ഞ ഒന്നിലധികം ഹീലർമാർ ചേർന്ന് ഒരാൾക്ക് റേക്കി നൽകുന്നത് വളരെ വേഗത്തിൽ ഫലം നൽകും. 5 മിനിറ്റ് ഗ്രൂപ്പ് റേക്കി നൽകുന്നത് 1 മണിക്കൂർ ഒറ്റയ്ക്ക് നൽകുന്നതിന് തുല്യമാണ്. ഇത് ഗുരുതരമായ അസുഖമുള്ളവർക്ക് വലിയ ആശ്വാസം നൽകും. ഒരു മരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടോ മരത്തിന്റെ കൊമ്പുകളിൽ കൈകൾ വെച്ചോ റേക്കി നൽകുക. പ്രകൃതിയുമായുള്ള നിങ്ങളുടെ ബന്ധം ഇത് ദൃഢമാക്കും. ലോകസമാധാനത്തിന് വേണ്ടിയോ പ്രകൃതി ദുരന്തങ്ങൾ കുറയ്ക്കാനോ ഉള്ള പ്രാർത്ഥനയോടെ റേക്കി അയക്കാം. ലെവൽ 1 ചിഹ്നങ്ങൾ ഇല്ലെങ്കിലും ഒരു ബോക്സ് ഉണ്ടാക്കി അതിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി വെക്കാം. ദിവസവും ആ ബോക്സിന് റേക്കി നൽകുന്നതിലൂടെ ആഗ്രഹങ്ങൾ സഫലമാകാനുള്ള പോസിറ്റീവ് സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. റേക്കി നൽകുന്ന ആൾ ഒരിക്കലും രോഗിയുടെ നെഗറ്റീവ് എനർജി സ്വീകരിക്കില്ല. കാരണം നിങ്ങൾ ഒരു പൈപ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. വെള്ളം പൈപ്പിലൂടെ ഒഴുകുമ്പോൾ പൈപ്പ് ശുദ്ധമാകുന്നത് പോലെ റേക്കി മറ്റൊരാൾക്ക് നൽകുമ്പോൾ ആദ്യം ഹീൽ ചെയ്യപ്പെടുന്നത് നിങ്ങൾ തന്നെയാണ്. റേക്കി തുടങ്ങിയാൽ ചിലർക്ക് അസുഖം കൂടുന്നതായി തോന്നാം. ഇതിനെ ലോ ഓഫ് ക്യൂവർ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ശരീരം വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ പുറന്തള്ളുമ്പോൾ ചെറിയ തലവേദന, അതിസാരം അല്ലെങ്കിൽ കൂടുതൽ വിയർപ്പ് അനുഭവപ്പെടാം. ഇത് കണ്ടു പേടിച്ച് റേക്കി നിർത്തരുത്. കൂടുതൽ വെള്ളം കുടിക്കുകയും റേക്കി തുടരുകയും ചെയ്യുക. 2 തൊട്ട് 3 ദിവസത്തിനുള്ളിൽ വലിയ ആശ്വാസം ലഭിക്കും. ലെവൽ 1 ഹീലർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ചെയ്യാവുന്ന ഒരു രഹസ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഹീലിംഗ് ചെയ്യുമ്പോൾ നാവ് മുകളിലെ അണ്ണാക്കിൽ മുട്ടിച്ചു വെക്കുക.
ഇത് ശരീരത്തിലെ ഊർജ്ജ സർക്യൂട്ട് പൂർത്തിയാക്കാൻ സഹായിക്കും. ഈ സമയത്ത് മനസ്സ് ആൽഫ തലത്തിലേക്ക് മാറുകയും ഹീലിംഗ് കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യും. കുളിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിൽക്കുമ്പോഴോ ചെയ്യാവുന്ന ഒരു വിഷ്വലൈസേഷൻ രീതിയാണ് റേക്കി ഷവർ. പ്രപഞ്ചത്തിൽ നിന്ന് സ്വർണ്ണ നിറത്തിലുള്ള പ്രകാശം ഒരു മഴ പോലെ നിങ്ങളുടെ ശരീരത്തിലേക്ക് പതിക്കുന്നതായി സങ്കൽപ്പിക്കുക. ഈ പ്രകാശം നിങ്ങളുടെ ഔറയിലെ എല്ലാ അഴുക്കുകളെയും കഴുകിക്കളഞ്ഞ് ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് കരുതുക. ഇത് ദിവസവും 5 മിനിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിലനിർത്താൻ സഹായിക്കും. നിങ്ങൾ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ മരുന്ന് കയ്യിലെടുത്ത് ഈ മരുന്ന് എന്റെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കട്ടെ, ഇതിന്റെ സൈഡ് ഇഫക്റ്റുകൾ ഇല്ലാതാകട്ടെ എന്ന് മനസ്സിൽ പറഞ്ഞ് 2 മിനിറ്റ് റേക്കി നൽകുക. ഇൻസുലിൻ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് പോലുള്ള കഠിനമായ മരുന്നുകൾ കഴിക്കുന്നവർക്ക് ഇത് വലിയ ആശ്വാസം നൽകും. മൃഗങ്ങൾക്ക് മനുഷ്യരെക്കാൾ വേഗത്തിൽ റേക്കി തിരിച്ചറിയാൻ കഴിയും. അവയുടെ അടുത്തു ചെല്ലുമ്പോൾ കൈപ്പത്തികൾ അവയ്ക്ക് നേരെ കാണിക്കുക. അവയ്ക്ക് ഊർജം വേണമെന്നുണ്ടെങ്കിൽ അവ തനിയെ നിങ്ങളുടെ അടുത്തു വരും. മൃഗങ്ങൾക്ക് ഹീലിംഗ് നൽകുമ്പോൾ അവ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് പോകുന്നത് കാണാം. ഇത് റേക്കി പ്രവർത്തിക്കുന്നു എന്നതിന്റെ വലിയൊരു തെളിവാണ്. ലെവൽ 1 ഹീലർക്ക് തന്റെ പേഴ്സ് അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് കൈകളിൽ വെച്ച് റേക്കി നൽകാം. പണം എന്റെ ജീവിതത്തിലേക്ക് സ്നേഹത്തോടെയും സമൃദ്ധിയോടെയും കടന്നുവരുന്നു എന്ന അഫിർമേഷൻ നൽകുക. പണവുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ചിന്തകൾ മാറ്റാൻ ഇത് സഹായിക്കും. റേക്കി ഹീലിംഗ് ചെയ്യുമ്പോൾ ഓരോ വിരലിലൂടെയും പ്രവഹിക്കുന്ന ഊർജ്ജം പ്രത്യേക വികാരങ്ങളെയും അവയവങ്ങളെയും സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇപ്പോൾ നോക്കാം. തള്ളവിരൽ ഉത്കണ്ഠ, വേർ, പ്ലീഹ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചൂണ്ടുവിരൽ ഭയം, വൃക്കകൾ, മൂത്രസഞ്ചി. നടുവിരൽ ദേഷ്യം, കരൾ, പിത്തസഞ്ചി. മോതിരവിരൽ ദുഃഖം, ശ്വാസകോശം, കുടൽ. ചെറുവിരൽ ആത്മവിശ്വാസമില്ലായ്മ, ഹൃദയം, ചെറുകുടൽ. നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണെങ്കിൽ നടുവിരൽ മറ്റേ കൈകൊണ്ട് മുറുകെ പിടിച്ച് റേക്കി നൽകുക. 2 മിനിറ്റിനുള്ളിൽ മനസ്സ് ശാന്തമാകും. ഹീലിംഗ് ചെയ്യുമ്പോൾ ഹീലർ എങ്ങനെ ശ്വസിക്കണം എന്നത് ഊർജ്ജത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കും. മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പ്രപഞ്ചത്തിലെ വെളുത്ത പ്രകാശം നിങ്ങളുടെ തലയിലൂടെ അടിവേറ്റിലേക്ക് എത്തുന്നതായി സങ്കൽപ്പിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ആ പ്രകാശം നിങ്ങളുടെ കൈകളിലൂടെ പുറത്തേക്ക് പ്രവഹിക്കുന്നതായി കാണുക. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഊർജ്ജം ചിലവാകാതെ പ്രപഞ്ച ഊർജ്ജം കൂടുതൽ ശക്തമായി ഒഴുകാൻ സഹായിക്കും. ലെവൽ 1 ചിഹ്നങ്ങൾ ഇല്ലെങ്കിലും ഊർജ്ജത്തെ ഒരു ലേസർ രശ്മി പോലെ കേന്ദ്രീകരിക്കാൻ സാധിക്കും. കൈപ്പത്തികൾ ഒരു കപ്പിന്റെ ആകൃതിയിൽ വെക്കുക. വിരലുകൾ തമ്മിൽ അകന്നു നിൽക്കാൻ പാടില്ല. വിരലുകൾ ചേർത്തു വെക്കുന്നത് ഊർജ്ജം ചിതറിപ്പോകാതെ കൃത്യമായി രോഗിയുടെ ശരീരത്തിലേക്ക് പതിക്കാൻ സഹായിക്കും. ഓരോ സെഷന് ശേഷവും അല്ലെങ്കിൽ നെഗറ്റീവ് ആയ ഒരു വ്യക്തിയുമായി സംസാരിച്ചതിനു ശേഷവും ചെയ്യേണ്ട ഒരു ശുദ്ധീകരണ രീതിയാണ് കതുകി. വലതു കൈകൊണ്ട് ഇടതു തോളിൽ നിന്ന് വലത് ഇടുപ്പിലേക്ക് വേഗത്തിൽ തടവുക. ഇടത് കൈകൊണ്ട് വലത് തോളിൽ നിന്ന് ഇടത് ഇടുപ്പിലേക്ക് തടവുക. കൈപ്പത്തികൾ കൊണ്ട് കൈത്തണ്ടയിൽ നിന്ന് വിരലുകൾ വരെ വായുവിൽ തടഞ്ഞു കളയുക. ഇത് നിങ്ങളുടെ ഓറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മറ്റുള്ളവരുടെ നെഗറ്റീവ് ഊർജ്ജത്തെ നീക്കം ചെയ്യും. വാടിക്കരിഞ്ഞു പോകുന്ന ചെടികൾക്ക് റേക്കി നൽകുന്നത് അതിശയകരമായ ഫലം നൽകും. ചെടിയുടെ ചുവട്ടിലെ മണ്ണിൽ കൈകൾ വെച്ച് 10 മിനിറ്റ് റേക്കി നൽകുക. വെള്ളം നനയ്ക്കുന്നതിന് മുൻപ് ആ വെള്ളത്തിന് റേക്കി നൽകുക.
ചെടികളിലെ കീടങ്ങൾ മാറാനും അവ വേഗത്തിൽ പുഷ്പിക്കാനും ഇത് സഹായിക്കും. ശരീരത്തിലെ 7 പ്രധാന ചക്രങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മുടെ ഓരോ കൈപ്പത്തിയുടെയും മധ്യത്തിൽ മൈനർ ചക്രങ്ങൾ ഉണ്ട്. റേക്കി തുടങ്ങുന്നതിന് മുൻപ് 2 കൈപ്പത്തികളും തമ്മിൽ ശക്തിയായി ഉരസുക. ശേഷം കൈകൾ അല്പം അകറ്റിപ്പിടിക്കുമ്പോൾ അവയ്ക്കിടയിൽ ഒരു ഊർജ്ജപന്ത് ഇരിക്കുന്നതുപോലെ അനുഭവപ്പെടും. ഈ ഊർജ്ജപന്തിനെ സങ്കൽപ്പിക്കാൻ കഴിയുന്നതോടെ നിങ്ങളുടെ ഹീലിംഗ് പവർ 10 മടങ്ങ് വർദ്ധിക്കും. ജപ്പാനീസ് റേക്കിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹാര. പൊക്കിലിന് 2 ഇഞ്ച് താഴെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. റേക്കി ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ സ്വന്തം ഹാര കേന്ദ്രത്തിൽ ഉറപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ക്ഷീണം അനുഭവപ്പെടില്ല. ഹാര കേന്ദ്രത്തിൽ നിന്ന് വേരുകൾ ഭൂമിയുടെ മധ്യഭാഗത്തേക്ക് പോകുന്നു എന്ന് സങ്കൽപ്പിക്കുന്നത് നിങ്ങളുടെ ഊർജ്ജപ്രവാഹത്തെ സ്ഥിരപ്പെടുത്താൻ സഹായിക്കും. ലെവൽ 1 ഹീലർക്ക് ക്രിസ്റ്റലുകൾ ഉപയോഗിച്ച് ഹീലിംഗ് ശക്തിപ്പെടുത്താം. ഒരു ക്ലിയർ ക്വാർട്സ് കൈകളിൽ പിടിച്ചുകൊണ്ട് റേക്കി നൽകുക. ആ ക്രിസ്റ്റൽ റേക്കി ഊർജ്ജത്തെ ആഗിരണം ചെയ്യുകയും പിന്നീട് അത് രോഗിയുടെ ശരീരത്തിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യും. ഇത് ഹീലിംഗ് സമയം കുറയ്ക്കാൻ സഹായിക്കും. ലെവൽ 1-ൽ ദൂരെയുള്ളവർക്ക് റേക്കി അയക്കാൻ കഴിയില്ല എന്നാണ് പൊതുവെ പറയാറുള്ളത്. എന്നാൽ ഇതിന് ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള ഒരു തലയിനെയോ ടെഡി ബിയറിനെയോ രോഗിയായി സങ്കൽപ്പിക്കുക. അതിൽ സ്പർശിച്ചുകൊണ്ട് റേക്കി നൽകുക. നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയും സ്പർശനവും ഒന്നിക്കുമ്പോൾ ദൂരെയുള്ള വ്യക്തിക്ക് ആശ്വാസം ലഭിക്കും. ഇത് ലെവൽ 2-ലേക്ക് കടക്കുന്നതിന് മുൻപുള്ള ഒരു മികച്ച പരിശീലനമാണ്. ഉറക്കം വരാത്തവർക്ക് പരീക്ഷിക്കാവുന്ന ഒരു റേക്കി സൂത്രവിദ്യ നമുക്ക് നോക്കാം. കിടക്കയിൽ കിടന്നുകൊണ്ട് ഒരു കൈ നെറ്റിയിലും മറ്റേ കൈ തലയുടെ പിൻഭാഗത്തും വെക്കുക. ഞാൻ സുരക്ഷിതനാണ്, എന്റെ മനസ്സ് ശാന്തമാണ് എന്ന് മന്ത്രിക്കുക. 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് വഴുതി വീഴും. പൂച്ചകൾ റേക്കി ഊർജ്ജം സ്വാഭാവികമായി തിരിച്ചറിയുന്നവരാണ്. ഒരു പൂച്ച നിങ്ങളുടെ അടുത്ത് വന്ന് മുട്ടുമ്പോൾ അല്ലെങ്കിൽ റേക്കി ചെയ്യുന്ന സമയത്ത് വന്ന് ഇരിക്കുമ്പോൾ അത് നിങ്ങളുടെ നെഗറ്റീവ് എനർജിയെ മാറ്റാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. മൃഗങ്ങൾക്ക് റേക്കി നൽകുമ്പോൾ അവ എപ്പോൾ എഴുന്നേറ്റു പോകുന്നുവോ അപ്പോൾ ഹീലിംഗ് നിർത്താം. അവർക്ക് എത്ര ഊർജ്ജം വേണമെന്ന് അവർക്ക് കൃത്യമായി അറിയാം. ഒരു റേക്കി ലെവൽ 1 ഹീലർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. നിങ്ങൾ ഒരു ഡോക്ടറല്ല. രോഗിക്ക് ഏത് അസുഖമാണെന്ന് പറയാൻ റേക്കി ഉപയോഗിക്കരുത്. ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ മാറ്റാനോ നിർത്താനോ പറയരുത്. റേക്കി ഒരു സപ്പോർട്ടീവ് തെറാപ്പിയാണ്. റേക്കിയിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് അവരുടെ അനുവാദമില്ലാതെ ഹീലിംഗ് നൽകാൻ ശ്രമിക്കരുത്. ലെവൽ 2-ൽ ഇതിന് ചില മാറ്റങ്ങളുണ്ട്. സുഹൃത്തുക്കളെ, റേക്കി എന്നത് വെറുമൊരു പഠിച്ചെടുക്കേണ്ട വിദ്യയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കഴിവിനെ വീണ്ടും കണ്ടെത്തലാണ്. ഒരു കൊച്ചുകുട്ടിക്ക് വേദനിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവിടെ കൈ വെക്കാറില്ലേ? ആ സ്വാഭാവികമായ സ്നേഹത്തിന്റെ വകഭേദമാണ് റേക്കി. നിങ്ങൾ ഒരു റേക്കി ലെവൽ 1 ഹീലർ ആകുമ്പോൾ നിങ്ങൾ കേവലം ഒരു വ്യക്തിയല്ല, മറിച്ച് ലോകത്തിന് സമാധാനം നൽകുന്ന ഒരു ദൂതനായി മാറുകയാണ്. നിങ്ങളുടെ കൈപ്പത്തികളിലൂടെ ഒഴുകുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ ഊർജ്ജമല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്ന ആ മഹാചൈതന്യമാണ്. ഓർക്കുക, ഹീലിംഗ് എന്നത് ശാരീരികമായ ഒരു പ്രക്രിയ മാത്രമല്ല. നിങ്ങൾ മറ്റൊരാൾക്ക് റേക്കി നൽകുമ്പോൾ അവരുടെ ശരീരത്തിലെ വേദന മാത്രമല്ല മാറുന്നത്, അവരുടെ മനസ്സിലെ ഉത്കണ്ഠകളും കാലങ്ങളായി പേറുന്ന ഭയവും നിരാശയും ഒക്കെ ആ ദിവ്യപ്രകാശത്തിൽ അലിഞ്ഞു ഇല്ലാതാവുകയാണ്. സ്വയം സ്നേഹിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഹീലിംഗ്. പലപ്പോഴും മറ്റുള്ളവരെ പരിഗണിക്കുന്നതിനിടയിൽ നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകാറുണ്ട്. എന്നാൽ റേക്കി ലെവൽ 1 നമ്മളെ പഠിപ്പിക്കുന്നത് ആദ്യം സ്വയം സുഖപ്പെടുത്താനാണ്. നമ്മൾ ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് ആ സ്നേഹം പകരാൻ നമുക്ക് സാധിക്കൂ.
ഇന്നു മുതൽ നിങ്ങളുടെ കൈകൾക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ടെന്ന് തിരിച്ചറിയുക. ആ കൈകൾ കൊണ്ട് ഒരാളെ സാന്ത്വനിപ്പിക്കാം, ഒരു ചെടിയെ താലോലിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിൽ വെച്ച് ആശ്വാസം കണ്ടെത്താം. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, ഇതൊരു വലിയ തുടക്കം മാത്രമാണ്. പ്രപഞ്ചത്തിലെ ആ മഹാ ഊർജ്ജം നിങ്ങളിലൂടെ ഒഴുകട്ടെ, നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും പ്രകാശപൂർണമാക്കട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ ലോകം മുഴുവൻ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കട്ടെ. റേക്കിയെക്കുറിച്ചുള്ള ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പ്രപഞ്ചത്തിന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. താങ്ക് യു ഗോഡ്. താങ്ക് യു ഓൾ.